Welcome to BSc Complementary Physics, Semester 3, Chemistry Main students. BSc Chemistry Main Complementary Physics, Semester 3. Second lecture, Complementary Physics, Chemistry, second lecture, Semester 3. All are welcome. Today, we say what is called the principle of superposition of waves and interference of light. Principle of superposition of waves or principle of interference. What is it? This is a statement. എല്ലാ വേവ്സിലും ഇപ്പോൾ ലൈറ്റ് വേവ്സ് ആണ്, എല്ലാ വേവ്സിലും വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിങ്ങനെ വായിക്കാം. If two or more waves travel over a continuous medium, each wave produces its own displacement at any point of the medium independent of the other. The resultant displacement at any point is the algebraic sum of the displacements due to the waves. That is, y is equal to y1 plus y2 plus y3 plus etc. 1, 2, 3 are suffixes. Y is y1 plus y2 plus y3 plus etc. Where y is the resultant displacement and y1, y2, y3 etc. are the displacements due to the individual waves. രണ്ടോ അതിൽ കൂടുതലോ ലൈറ്റ് വേവ്സ് അല്ലെങ്കിൽ വേവ്സ് ഒരു മീഡിയത്തിലൂടെ ഒരു മാധ്യമത്തിലൂടെ കടന്നുപോയാൽ ഓരോ വേവും അതാതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പ്രത്യേക ഉണ്ടാക്കും, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ. ഓരോ വേവും അതാതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പോയിന്റിൽ ഉണ്ടാക്കും. അപ്പോൾ ഒരു പോയിന്റിൽ കിട്ടുന്ന ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് അതിനെ വിളിക്കുന്ന പേര് റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഒന്നാമത്തെ വേവിന് y1 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടാമത്തെ വേവിന് y2 ആണെങ്കിൽ, മൂന്നാമത്തിന് y3 ആണെങ്കിൽ, അങ്ങനെ പോവുകയാണെങ്കിൽ ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് y is y1 plus y2 plus y3 plus etc. എന്നുള്ളതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാമല്ലോ. ഇപ്പോൾ y is equal to a sin 2 pi by lambda into vt plus x. അതിനകത്ത് y എന്ന് പറയുന്ന ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ എഴുതാം. അപ്പോൾ എല്ലാ വേവ്സും കൂടി ഒരു മാധ്യമത്തിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആകെ ഡിസ്പ്ലേസ്മെൻറ്റ്, റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഇക്വേഷനാണ് y is equal to y1 plus y2 plus y3. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് ഓർ സിംപ്ലി ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിൾ. I say this statement once again. If two or more waves travel over a continuous medium, each wave produces its own displacement at any point of the medium independent of the other. The resultant displacement at any point is the algebraic sum of the displacement due to the waves. That is, y is equal to y1 plus y2 plus y3 plus etc. Next is an essay question from this chapter. The first essay from the chapter Interference. The title is Theory of Interference. Analytical treatment, or it is also called a mathematical treatment. Some mathematics, some trigonometry we apply here, so it is called mathematical treatment. Conditions for brightness and darkness, or conditions for maxima and minima. നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇൻ്റർഫറൻസ് ബ്രൈറ്റ്നസ്, ഇൻ്റർഫറൻസ് ഡാർക്ക്നെസ്, ഡെൽറ്റ പാത്ത് റെഫറൻസ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലാംഡ is a condition for brightness. Brightness is also called maximum. Maxima. And the condition for darkness. Darkness is called minima. So what are the conditions for maxima and minima, brightness and darkness in interference? That we are going to see. It's a mathematical treatment, analytical treatment. You are going to analyze it. ഇപ്പോൾ ഇൻ്റർഫറൻസിൻ്റെ തിയറിയാണ് അടുത്തായി പറയുന്നത്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ട്രിഗ്നോമെട്രി, മാത്തമാറ്റിക്സ് ഉപയോഗിക്കും. അനാലിസിസ് ആണ്. അതുകൊണ്ട് ഇതിനെ അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. തിയറി ഓഫ് ഇൻ്റർഫറൻസ്. അപ്പോൾ ശരിക്കും കേൾക്കുക. ഇപ്പോൾ ഇതിൽ ചിത്രങ്ങൾ കൊണ്ട് നമ്മളൊരു കോപ്പിയാണ് എടുത്തിരിക്കുന്നത് നോട്ട്സിൻ്റെ. യു ക്യാൻ റീഡ് ഇറ്റ്. യു സീ ദ ഫിഗർ ഫസ്റ്റ്, അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. അവിടെ എ ബി, ആ പടത്തിൽ എ ബി എന്ന് പറയുന്ന രണ്ട് കോർണർ സോഴ്സാണ്. അതിന് മിഡ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് മാറി ഡി അകലെ ഒരു സ്ക്രീൻ വെച്ചിരിക്കുകയാണ്. സ്ക്രീൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ സ്ക്രീനിലെ പോയിൻ്റാണ് പി എന്ന് പറയുന്നത്.
എയിൽ നിന്ന് ലൈൻ വരച്ച് നമ്മൾ പിയിലെത്തും, ബിയിൽ നിന്ന് ലൈൻ വരച്ച് പിയിലെത്തും. അപ്പോൾ ബി പി മൈനസ് എ പി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത്. ബി പി മൈനസ് എ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ, അതിനെ വിളിക്കുന്നവരെ പാത്ത് ഡിഫറൻസ്. അപ്പോൾ അതാണ് ചിത്രം. ഈ സോഴ്സുകളും എയും ബിയും അതുപോലെ സ്ക്രീനും തമ്മിലുള്ള അകലം നമ്മൾ ക്യാപിറ്റൽ ഡി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പടം നോക്കുക. പടത്തിൽ എഴുതിയിരിക്കുന്നത് എ ബി കൊഹറന്റ് സോഴ്സസ്, പി ഇസ് എ പോയിന്റ് ഓൺ ദി സ്ക്രീൻ. അത്രയാണ് പടത്തിൽ എഴുതിയിരിക്കുന്നത്. Now you look. Consider two coherent sources. You read coherent, COHERENT. എന്താണ് coherent sources? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Consider two coherent sources, A and B, illuminated with monochromatic light of wavelength lambda. You know lambda. P is a point on the screen kept at a distance D from the sources. When waves reaching at P, waves reaching at P may interfere and produce bright band or dark band. അപ്പോൾ എ ബി കോർണർ സോഴ്സ് ആണ്, പി സ്ക്രീനിലെ പോയിന്റ് ആണ്. എയിൽ നിന്നും ബിയിൽ നിന്നും ലൈറ്റ് ആരംഭിക്കും, എന്നിട്ട് സ്ക്രീനിലെ എല്ലാ പോയിന്റിലും വീഴും, പിയിലും വീഴും. ക്യൂ നേരെയുള്ള പോയിന്റാണ്, പി അല്പം മാറിയുള്ള പോയിന്റാണ്. അപ്പോൾ പിയിൽ ലൈറ്റ് ഉണ്ടാകും, ക്യൂവിൽ ലൈറ്റ് ഉണ്ടാകും. ഈ എയും ബിയും കൊഹറൻ്റ് ആയതുകൊണ്ട്, കൊഹറൻ്റ് സോഴ്സുകളായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ആ പിയിൽ ഒന്നെങ്കിൽ ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ്. ഇപ്പോൾ പിയിൽ ബ്രൈറ്റ് ബാൻഡ് കിട്ടാൻ അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് കിട്ടാൻ എന്താണ് കണ്ടീഷൻ? അത് മാത്തമാറ്റിക്കലായിട്ട് കാണുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഡെൽറ്റ എൻ ലാംഡ, ഡെൽറ്റ ഈക്വൽ ടു എൻ ലാംഡ, അതാണ് ബ്രൈറ്റ്നസ് കണ്ടീഷൻ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 - 1 × λ/2, അതാണ് ഡാർക്ക്നെസ് കണ്ടീഷൻ. അത് നമ്മൾ കാണുകയാണ്, ആ കണ്ടീഷൻ കണ്ടുപിടിക്കുകയാണ്. Path difference delta is BP minus AP. That's a repetition we have seen previously. Then phase difference epsilon is 2 pi by lambda delta. You know how to define phase difference. Epsilon is 2 pi by lambda delta. Expression for resultant wave at B. അപ്പോൾ രണ്ട് വേവും എയിൽ നിന്നും ബിയിൽ നിന്നും വേവ് വന്ന് പിയിൽ പതിച്ചാൽ പിയിൽ റിസൾട്ടൻ്റ് വേവ് ഉണ്ടാകും. എന്താണ് റിസൾട്ടൻ്റ് വേവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യാൻ പോവുക. ലെറ്റ് y1 and y2 be the displacements at P. You read as at P. Due to the waves, then ഒന്നാമത്തെ വേവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. y is equal to a sin omega t. ഒമേഗ ടി എന്ന് മാത്രം എടുക്കുക, നമ്മൾ ഫേസ് 0 എന്ന് വിചാരിക്കുക. അതൊരു കൺവീനിയൻസിന് വേണ്ടിയാണ്. എസിന് ഒമേഗ ടി പ്ലസ് എപ്സിലൺ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വേവിന് എപ്സിലൺ 0 എടുക്കുക ഫോർ കൺവീനിയൻസ്. ആൻഡ് സെക്കൻഡ് വേവ് y2 ഈസ് ഈക്വൽ ടു a sin omega t പ്ലസ് എപ്സിലൺ. അപ്പോൾ സെക്കൻഡ് വേവിലാണ് നമ്മൾ എപ്സിലൺ അഡീഷണലായിട്ട് ചേർക്കുന്നത്. എപ്സിലണെയാണ് ഫേസ് ഡിഫറൻസ് വിളിക്കുന്നത്. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പി ഈസ് ഗിവൺ ബൈ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ പിയിലെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുകയാണ്. രണ്ട് വേവല്ലേ ഉള്ളൂ. Therefore we write resultant displacement y is equal to y1 plus y2 equal to a sin omega t plus a sin omega t plus epsilon. അപ്പോൾ ഇത് സൈൻ എ പ്ലസ് സൈൻ ബി എന്നുള്ള ട്രിഗണോമെട്രിക്കൽ ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ കൂട്ടുകയാണ്. നമുക്കറിയാം സൈൻ എ പ്ലസ് സൈൻ ബി സൈഡിൽ കാണിച്ചിട്ടുണ്ട്. 2 സൈൻ സൈൻ സി പ്ലസ് സൈൻ ഡി, 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ആദ്യത്തെ ആ ഒമേഗ ടി പ്ലസ് എപ്സിലനെ സി ആയിട്ടും ഒമേഗ ടി ഡി ആയിട്ടും വിചാരിച്ചാൽ എ കോൺ ഫാക്ടർ എടുത്താൽ 2 സൈൻ, അപ്പോൾ 2 സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലൺ ബൈ 2 കോസ് എപ്സിലൺ ബൈ 2 എന്ന് കിട്ടും. നിങ്ങളിത് കൂട്ടി നോക്കുക. ആ സൈൻ ഒമേഗ ടി ഉണ്ട്, എ സൈൻ ഒമേഗ ടി ഉണ്ട്, എ സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലൺ ഉണ്ട്. ഒമേഗ ടി പ്ലസ് എപ്സിലൺ നമ്മൾ സി എന്നെടുക്കുകയും ആദ്യ ടൈമിലെ ഒമേഗ ടി ഡി എന്നെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോർമുല കിട്ടും. ഈ മറിച്ചാണ് എ ബി എടുക്കണമെങ്കിൽ ഒരു കോസ് മൈനസ് വരും. ഇപ്പോൾ കോസ് മൈനസ് തീറ്റ പ്ലസ് തീറ്റ എങ്ങനെയാലും ഇക്വേഷൻ തന്നെ കിട്ടും. അപ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡി എടുത്ത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2a സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലൺ ബൈ 2 കോസ് എപ്സിലൺ ബൈ 2 എന്ന് കിട്ടും. നിങ്ങളിത് കൂട്ടി നോക്കുക. ആ രണ്ടാമത്തെ ടൈം ഒമേഗ ടി പ്ലസ് എപ്സിലൺ സി ആയിട്ട് എടുക്കുക, ഒന്നാമത്തെ ടൈം ഒമേഗ ടി ഡി ആയിട്ട് എടുക്കുക. എന്നിട്ട് സൈൻ സി പ്ലസ് സൈൻ ഡി
2 sin c plus d/2 cos c minus d/2 എന്ന് എടുക്കുക. അപ്പോൾ ഈ ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈം വരുന്ന ടേം സൈനകത്താണ്. ആ സൈൻ അവസാനം എഴുതണം. ഇപ്പോൾ കോസ് ഒരു കോൺസ്റ്റന്റ് ടേമാണ്, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാം. അതിനകത്ത് ടൈം ഇല്ലല്ലോ. y ഈസ് ഈക്വൽ ടു 2a cos ε/2 sin omega t plus ε/2 എന്ന് കിട്ടും. ഇതിൽ ഈ 2a cos ε/2 ഒരു കോൺസ്റ്റന്റ് ടേമായിട്ട് വിചാരിച്ച് അതിന് ക്യാപിറ്റൽ എ എന്ന് കൊടുക്കുക. പുട്ട് 2a cos ε/2 ഈസ് ക്യാപിറ്റൽ എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു a sin omega t plus ε/2 ക്യാപിറ്റൽ എ sin omega t plus ε/2 എന്ന് കിട്ടും. ഇതൊരു സൈൻ വേവ് ആണ്, ലൈറ്റ് വേവ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് റിസൾട്ടൻ്റ് വേവ് ഇക്വേഷൻ. ഈ കേസിൽ റിസൾട്ടൻ്റ് വേവ് ഇക്വേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിവിടെ എഴുതിയിരിക്കുകയാണ്. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ റിസൾട്ടൻ്റ് വേവ് അറ്റ് പി ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ a is equal to 2a cos ε/2. എന്താണ് എപ്സിലോൺ? നമ്മൾ നേരത്തെ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. 2π/λ ഡെൽറ്റ. 2π/λ ഡെൽറ്റ. സോ ε/2 2π/λ into delta/2. So we write a is equal to 2a cos 2π/λ into delta/2. That is amplitude. ഈ ആംപ്ലിറ്റ്യൂഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ മാക്സിമ മിനിമ കണ്ടീഷൻ കണ്ടുപിടിക്കുന്നത്. ഡിസ്കഷൻ. കണ്ടീഷൻ ഫോർ മാക്സിമ ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസിൻ്റെ കണ്ടീഷൻ കാണാൻ പോകുന്നു. ഈ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എല്ലാം കൂടെ പെട്ടെന്ന് കിട്ടത്തില്ല. നമ്മൾ ഓരോ കേസിങ്ങിനെ ആലോചിച്ച് വരുമ്പോഴാണ് ഈ ഡെൽറ്റ എല്ലാം എന്ന് വരുന്നത്. ഇപ്പോൾ ഹിയർ കേസ് 1 ലെറ്റ് ഡെൽറ്റ 0. പാത്ത് ഡിഫറൻസ് ഇല്ല രണ്ട് വേവുകൾ തമ്മിൽ. അപ്പോൾ a is equal to 2a cos 2π/λ into 0/2. 2a cos 0 എന്ന് കിട്ടും. cos 0 1 ആണെന്ന് എനിക്കറിയാം. വിളിക്കുമ്പോൾ 2a into 1 2a. അപ്പോൾ ഡെൽറ്റ 0 ആണെങ്കിൽ നമുക്ക് ഈ ക്യാപിറ്റൽ എ 2 എന്ന് കിട്ടും. സ്മോൾ എന്ന് പറഞ്ഞാൽ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ക്യാപിറ്റൽ എ റിസൾട്ടൻ്റ് വേവ് ആംപ്ലിറ്റ്യൂഡാണെന്ന് ഓർക്കുക. അപ്പോൾ ഇൻറ്റൻസിറ്റി, ഈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റി അത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണെന്നൊരു നിയമമുണ്ട്. ഇത് ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെയാണ് വേവിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഒരു വേവ് നമ്മൾ y is equal to a sin omega t plus ε എഴുതി കഴിഞ്ഞാൽ ഏതാണ് ആംപ്ലിറ്റ്യൂഡ് സ്മോള്, അതിന് സ്ക്വയറിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ശക്തി, പ്രകാശ തീവ്രത എന്നൊക്കെ പറയുന്നത്. അത് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. അപ്പോൾ റിസൾട്ടൻ്റ് വേവ് ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എ ആയതുകൊണ്ട് നമ്മൾ പറയും I പ്രപ്പോർഷണൽ ടു ക്യാപിറ്റൽ എ സ്ക്വയർ. ക്യാപിറ്റൽ എയുടെ വാല്യൂ 2 സ്മോൾ എ ആണ്, അതുകൊണ്ട് പറയും I പ്രപ്പോർഷണൽ 2a സ്ക്വയർ. I പ്രപ്പോർഷണൽ 4a സ്ക്വയർ. 4a സ്ക്വയർ. ഈ 4a സ്ക്വയർ എന്ന് പറയുന്നത് ഒരു മാക്സിമം സംഖ്യയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും.
ആ 4a² എന്ന് പറയുന്നത് ഒരു മാക്സിമം സംഖ്യയാണ്. ദിസ് ഈസ് എ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് എ ബ്രൈറ്റ് ബാൻഡ് ഈസ് ഫോംഡ് അറ്റ് പി. ഇൻറ്റൻസിറ്റിക്ക് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, ഒരു മിനിമം വാല്യൂ ഉണ്ട്. ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായി. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ 4a², ഐ പ്രപ്പോർഷൻ 4a², ഈ 4a² ഇൻറ്റൻസിറ്റിയുടെ മാക്സിമം ആണ് സ്ക്രീനിൽ കിട്ടുന്നത്. അപ്പോൾ മിനിമം വാല്യൂ 0 ആണ്. അപ്പോൾ ഈ മാക്സിമം ഈ 4a² കിട്ടി. അപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യാണ്, ദിസ് ഈസ് എ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് എ ബ്രൈറ്റ് ബാൻഡ് ഈസ് ഫോംഡ് അറ്റ് പി. അപ്പോൾ പാത്ത് ഡിഫറൻസ് പി എന്നുള്ള പാത്ത് ഡിഫറൻസ് 0 ആണെങ്കിൽ നമുക്ക് പിയിൽ ഉണ്ടാകുന്നത് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സെൻട്രൽ പോയിന്റായിട്ട് മാറും. ഇനി കേസ് 2, ലെറ്റ് ഡെൽറ്റ ഈസ് ലാംഡ. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യണം. എ ഈസ് ഈക്വൽ 2a cos 2π/λ ഇൻറ്റു δ/2 എന്നുള്ളത് λ/2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2a cos 2π/λ ഇൻറ്റു λ/2 അങ്ങനെ വരും. ദാറ്റ് ഈസ് 2a cos 2π എന്ന് കിട്ടും. 2a cos 2π 2a cos 2a cos π എന്ന് വരും. 2π/λ ഇൻറ്റു ലാംഡ. അപ്പോൾ 2a cos 2π എന്ന് കിട്ടും. ഈ cos 2π എന്ന് പറഞ്ഞാൽ cos 2π അല്ല, cos π എന്നാണ് വരുന്നത്. 2π/λ ഇൻറ്റു δ/2 λ/2. അപ്പോൾ കോസ് പൈ എന്നായിരുന്നു. കോസ് പൈ -1 ആണ്. -1 കോസ് പൈ -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു 2a -2 എന്ന് കിട്ടും. ഐ പ്രപ്പോർഷൻ a സ്ക്വയർ ഐ പ്രപ്പോർഷൻ a സ്ക്വയർ ഐ പ്രപ്പോർഷൻ ടു -2a ഹോൾ സ്ക്വയർ. ഇവിടെ a -2a ആണല്ലോ. അപ്പോൾ ഈ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് തന്നെയാണ്. മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആണല്ലോ. അപ്പോൾ ഐ പ്രപ്പോർഷൻ 4a² എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് എ മാക്സിമം വാല്യൂ അഗെയിൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് +2a ആണെങ്കിലും ആംപ്ലിറ്റ്യൂഡ് -2a ആണെങ്കിലും നമുക്ക് കിട്ടുന്നത് ഈ +4a² മാക്സിമം ആണ്. സോ എ ബ്രൈറ്റ് ബാൻഡ് ഈസ് ഫോംഡ് അറ്റ് പി അഗെയിൻ. ഇനി മൂന്നാമത്തെ കേസ്, ലെറ്റ് ഡെൽറ്റ ഈസ് 2λ. എ ഈസ് 2a cos 2π/λ ഇൻറ്റു 2λ/2 ഈസ് 2a cos 2π. ഈ cos 2π വീണ്ടും 0 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 എന്ന് കിട്ടും. ഐ പ്രപ്പോർഷൻ a സ്ക്വയർ ഐ പ്രപ്പോർഷൻ 2a ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഐ പ്രപ്പോർഷൻ ദാറ്റ് ഗീവ്സ് ഐ പ്രപ്പോർഷൻ 4a² വിച്ച് ഈസ് ഓൾസോ മാക്സിമം ആൻഡ് സോ ഓൺ. അപ്പോൾ എന്താ പറഞ്ഞത്, ഡെൽറ്റ 0 ആണെങ്കിൽ, ഡെൽറ്റ λ ആണെങ്കിൽ, ഡെൽറ്റ 2λ ആണെങ്കിൽ, ഇനി അങ്ങോട്ട് ഡെൽറ്റ 3λ ആണെങ്കിലും 4λ ആണെങ്കിലും അങ്ങനെ പോയാൽ എപ്പോഴും ഇൻറ്റൻസിറ്റി 4a² ആയിരിക്കും, മാക്സിമം ആയിരിക്കും. അത് റിപ്പീറ്റ് ചെയ്യുക, അതുകൊണ്ട് എഴുതുകയാണ്. ദസ് എ ബ്രൈറ്റ് ബാൻഡ് ഇസ് ഫോംഡ് അറ്റ് പി യു റീഡ് ആസ് അറ്റ് പി വെൻ ഡെൽറ്റ ഈസ് ഈക്വൽ 0, λ, 2λ, 3λ എക്സെട്ര. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് Lλ വേർ n ഈസ് 1, 2, 3 എക്സെട്ര. അതായത് ഡെൽറ്റ 0, λ, 2λ, 3λ എന്നിങ്ങനെ വന്നാൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആണ്. അപ്പോൾ ഈ ഡെൽറ്റ 0, λ, 2λ, 3λ എന്നതിനെ ഒരു സിംഗിൾ ഇക്വേഷനായിട്ട് പറഞ്ഞാൽ ഡെൽറ്റ Lλ എന്ന് എഴുതാം. എന്നുള്ളത് 0, 1, 2, 3 പോലെയുള്ള സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സാണ്, 0 ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ഈസ് Lλ ബ്രൈറ്റ്നെസ് കണ്ടീഷനാണ്, മാക്സിമ കണ്ടീഷനാണ് ഇൻ്റർഫറൻസിൽ. ഇനി നമ്മൾ പറയുന്നത് ഈ മിനിമ കണ്ടീഷനാണ്. മാക്സിമം കണ്ടീഷൻ ഒന്നൊരു വായിക്കാം നമുക്ക്. ദസ് ദി കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നെസ് is that the path difference between the waves should be delta equal to Lλ where n is 1, 2, 3 etc. Next is condition for minima or darkness. A is equal to 2a cos 2π/λ into δ/2. റിസൾട്ടൻ്റെ വേവിലെ ആംപ്ലിറ്റ്യൂഡിലെ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണ്. 1 ലെറ്റ് ഡെൽറ്റ ഈസ് λ/2. ഇവിടെ ഇനി നമ്മൾ വിചാരിക്കുന്നത് λ/2 എന്ന് ആദ്യം വിചാരിക്കേണ്ടത്. ലെറ്റ് λ ഈക്വൽ ടു λ/2. ദാറ്റ് ഈസ് a is equal to 2a cos 2π/λ into λ/2 λ/2
There is a 1 by 2. There is a by 2 also. So into 1 by 2. That is 2a cos pi by 2. Cos pi by 2 is, it is 0 is equal to 0. Is equal to 0. I proportional S capital square proportional to 0 square proportional to 0 is equal to 0. Minimum or darkness. അതായത് if delta is lambda by 2, we get a minimum intensity or a dark band. Next is delta is 3 lambda by 2. First is lambda by 2, next is 3 lambda by 2. Let us see what do we get. A is equal to 2a cos 2 pi by lambda into 3 lambda by 2. That we get 2a cos 3 pi by 2. That is 2a cos 270 or 3 pi by 2 cos 3 pi by 2. 3 pi by 2 is 0. 2 into 0, 0. I proportional square proportional to 0 square. That is 0 minimum or darkness and so on. അപ്പോൾ ലാംഡ ബൈ 2 ആകുമ്പോൾ ഇൻറ്റൻസിറ്റി 0 ആണ്. 3 ലാംഡ ബൈ 2 ആകുമ്പോൾ ഇൻറ്റൻസിറ്റി 0 ആണ് ഡെൽറ്റ. അതുപോലെ ഡെൽറ്റ 5 ലാംഡ ബൈ 2 എക്സെട്ര ആകുമ്പോഴും 0 ആകും. ഇതെല്ലാം കൂടി നമ്മൾ ചുരുക്കി പറയും. That is, a dark band is obtained when delta is lambda by 2, 3 lambda by 2, 5 lambda by 2, etc. That is delta is 2n minus 1 into lambda by 2. Delta is 2n minus 1 bracket into lambda by 2, where n is 1, 2, 3, etc. There is no 0 shown there. Only 1, 2, 3, etc. If we put to 0, delta will become minus. To avoid minus, we consider only n is 1, 2, 3, etc. So the condition for darkness is delta is 2n minus 1 into lambda by 2, where n is equal to 1, 2, 3, etc. And this we write in a sentence. Therefore, the condition for a darkness is that the path difference between the waves should be delta equal to 2n minus 1 into lambda by 2, where n is equal to 1, 2, 3, etc. അപ്പോൾ രണ്ട് കണ്ടീഷനുകൾ പറഞ്ഞു കഴിഞ്ഞു. ഡെൽറ്റ ഇസ് ലാംഡ ഫോർ ബ്രൈറ്റ്നസ് കണ്ടീഷൻ where n is 0, 1 to 3. Delta is equal to 2n minus 1 into lambda by 2 condition for darkness where n is 1, 2, 3, etc. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കും. ഈ കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓർ എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ എനർജിയുടെ അളവാണ്. എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓർ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇൻ ഇൻ്റർഫറൻസ്. വാട്ട് ഈസ് ടേക്കൺ ദ എക്സ് ആക്സിസ്? ഫേസ്. ഫേസ് or path we can take. Phase is written top and path is written below. And on the y-axis, intensity of band is taken. You look here in the figure. When path is 0, intensity is maximum for a square. When path is 0, 0 or pi, path is, when the path is lambda by 2, we get a minimum. 3 lambda by 2, we get a minimum. The curve is at the bottom. 5 lambda by 2, we get a minimum. Just the reverse. On the other side, on a screen, from the center point, we get upward bands and outward bands. And that is indicated. At the center, there is maximum light when delta is 0. Then minimum is obtained when delta is lambda by 2. That corresponds to phase pi. Again, intensity is 0 when delta is 3 lambda by 2 or when delta is 5 lambda by 2, etc. In between, we get the maxima. And you remember, when two sources simply fall on a light, we get a constant intensity. Here, due to interference, the energy is redistributed. Energy at the bright point is maximum. Energy at the dark point is 0. From the above
discussion, it is found that intensity at bright point is 4a square and at dark point is 0. അപ്പോൾ ബ്രൈറ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ്, അവിടെയാണ് ഈ ഡെൽറ്റ 0 പൈ 2π ഒക്കെ വരുന്നത്. ഡാർക്ക് പോയിന്റ് ആണ് അവിടെ ഡെൽറ്റ π/2 ഡെൽറ്റ λ/2 3 λ/2 5 λ/2 വരുന്നത് ഡാർക്ക് പോയിന്റാണ്. നമുക്ക് പാത്തിൽ പറഞ്ഞാൽ മതി, പാത്തിൽ വിശദ പറയാം. പാത്തിൽ പറയുമ്പോൾ ഡെൽറ്റ 0 ലാംഡ 2 ലാംഡ 3 ലാംഡ ആണെങ്കിൽ ബ്രൈറ്റ് പോയിന്റ് പീക്ക് കിട്ടും ഇൻറ്റൻസിറ്റിയുടെ. ഡെൽറ്റ λ/2 3 λ/2 5 λ/2 ആണെങ്കിൽ നമുക്ക് ഇൻറ്റൻസിറ്റി 0 കിട്ടും. ആ താഴത്തെ പോയിന്റ്, ആ കർവ് വളഞ്ഞ് താഴെ മുട്ടുന്ന പോയിന്റ്, അവിടെ ഇൻറ്റൻസിറ്റി 0ആണ്. അപ്പോൾ ഇതിനെ, ഈ കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ ഇതിൽ നിന്ന്, അപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് ചോദിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് obtain analytically, mathematically, the condition for brightness and darkness of interference bands also give the intensity distribution. അപ്പോൾ ഈ മാത്തമാറ്റിക്കലായിട്ട്, അനലിറ്റിക്കലായിട്ട് നമുക്ക് ഇൻ്റർഫറൻസിൻ്റെ ബ്രൈറ്റ്നസ് കണ്ടീഷനും ഡാർക്ക്നെസ് കണ്ടീഷനും കണ്ടുപിടിക്കുക, ഈ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കലായിട്ട് കാണിക്കുക. പിന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ് ഈ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഷോർട്ട് ആൻസറാണ്. Does the phenomenon of interference objects, that is where you can write objects, opposes the law of conservation of energy. അപ്പോൾ ഇൻ്റർഫറൻസ് എന്നുള്ള ഫിനോമിനൻ ഈ കൺസർവേഷൻ ഓഫ് എനർജിയെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ, ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതായത് ഇപ്പോൾ 2 സോഴ്സ് ആണെങ്കിൽ ഒന്നാമത്തെ സോഴ്സ് y1 sin ωt, രണ്ടാമത്തെ y2 sin ωt. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഇൻറ്റൻസിറ്റി പിന്നെ (a² + (a²) 2a² കിട്ടിയാൽ മതി. പക്ഷേ നമുക്ക് ചില പോയിന്റ് കിട്ടുന്നത് 4a² ആണ്, മറ്റേ ചില പോയിന്റ് കിട്ടുന്നത് a ആണ്. ആ a എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലെന്നാണ് അർത്ഥം. ലൈറ്റ് അവിടെ നഷ്ടപ്പെട്ടു പോയി. ഈ എനർജി ക്രിയേറ്റ് ചെയ്യാനും ഇല്ലാതാക്കാനും പറ്റില്ല എന്ന് പറയുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. ഊർജം സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഇൻ്റർഫറൻസിൽ നമുക്ക് ചിലടത്ത് 0 നോ ലൈറ്റാണ് വരുന്നത്. അപ്പോൾ എനർജി അവിടെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ടൊരു ഇങ്ങനെയാണ് ചോദ്യം. ഈ നമ്മൾ പഠിച്ച ഈ എനർജി 0യും 4a² ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അത് വയലേഷനായിട്ട് മാറില്ലേ? ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജിയുടെ ഒരു വയലേഷൻ, അതിൻ്റെ ഒരു നിശ്ചിതമായിട്ട് മാറില്ലേ? ഓർക്കണം, കൺസർവേഷൻ ലോസ് ഒന്നും വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഡസ് ദി ഫിനോമിന ഓഫ് ഇൻ്റർഫറൻസ് ഒപ്പോസസ്, അവിടെ ഒപ്പോസ് എന്നുള്ള വാക്കല്ല, അപ്പോൾ യെസ് എന്നല്ല എഴുതിക്കുന്നത്, അവർ ഒപ്പോസ് എന്നല്ല. ഡസ് ദി ഫിനോമിന ഓഫ് ഇൻ്റർഫറൻസ് ഈസ് ഇൻ സപ്പോർട്ടായിരിക്കും. ഞാനത് ഒന്നുകൂടി പറയാം. കോപ്പി ചെയ്യുമ്പോൾ ചില വാക്ക് മിസ് ചെയ്യും. ഇത് ഒബേ എന്നാണ്. ഒബേ അനുസരിക്കുമെന്നുള്ള ചോദ്യം, ഒപ്പോസ് അല്ല, ഒബേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഡസ് ദി ഫിനോമിനൻ ഓഫ് ഇൻ്റർഫറൻസ് ഒബേ, അനുസരിക്കുന്നുണ്ടോ? ഒബേ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈ എനർജിയെ ഈ ഇൻ്റർഫറൻസ് അനുസരിക്കുന്നുണ്ടെന്നുള്ളതാണ്, ഒബേ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒബേ എന്നപ്പോൾ ചോദ്യം എസ് എന്ന് വേണം. കാരണം ഈ കൺസർവേഷൻ ലോസ് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എസ് ആണ് ഉത്തരം. ഈവൻ ദോ അറ്റ് ദി destructive point the intensity is minimum,
The energy is not destroyed. The energy is redistributed to the bright band region. അതാണ് ഉത്തരം. അതായത് ഈ ഇൻ്റർഫറൻസ് ഫിനോമിനൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ഒബ്ജക്റ്റ് ചെയ്യുന്നില്ലേ, ഒബേ ചെയ്യുന്നില്ലേ? ഒബേ ചെയ്യുന്നുണ്ട്. കാരണം രണ്ട് സോഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് A² + A² 2A² ആണ്. ഇവിടെ നമുക്ക് മാക്സിമം പോയിന്റിൽ 4A² ഉണ്ട്, മിനിമം പോയിന്റ് 0 ഉണ്ട്. അപ്പോൾ ആവറേജ് വരുന്നത് തന്നെയാണ് 2A² ആണ്. അപ്പോൾ 2A² എന്നുള്ള എനർജിക്ക് മാറ്റമില്ല. ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു മാറ്റി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് 4A² + 0, ആവറേജ് ആകുമ്പോൾ 4A² + 0/2 അത് വരുന്നുണ്ട്, 2A² വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രത്യേക സോഴ്സുകൾ നിർമ്മിക്കുന്ന അതേ ഇൻറ്റൻസിറ്റി തന്നെ ഇൻ്റർഫറൻസും തരും. പക്ഷേ എനർജിയെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 0യും 4A², മിനിമം പോയിന്റിൽ 0യും മാക്സിമം പോയിന്റിൽ 4A² ആണ്. അങ്ങനെ മാറിയതുകൊണ്ട് അത് ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജിയുടെ വയലേഷൻ ആകുന്നില്ല, ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒബേ എന്നുള്ള വാക്ക് വായിക്കുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ നോ എഴുതേണ്ടി വരും. ഡസ് ദി ഫിനോമിനൻ ഓഫ് ഇൻ്റർഫറൻസ് ഒപ്പോസ് ദ ലോ ഓഫ് കൺസർവേഷൻ എനർജി എന്നാണെങ്കിൽ നമ്മൾ പറയും നോ എന്ന് പറയും. ബിക്കോസ് എനർജി അറ്റ് ദി dark point is redistributed to the bright point so that the average energy equal to 4A² + 0 all by 2 equal to 2A² is maintained. അതാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ആൻസറിന് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതിൻ്റെ വയലേഷൻ അല്ല ഇൻ്റർഫറൻസ്, അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾ വിത്ത് അവർ സെക്കൻഡ് ലെക്ചർ ഓൺ semester 3 Complementary Physics for Chemistry main. Thank you very much.